ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ കാരണം മിക്ക ദിവസങ്ങളിലും കറണ്ട് ഉണ്ടാവില്ല കേട്ടാ. ഒരു പവർ ബാങ്ക് എപ്പോഴും അത്യാവശ്യമാണ്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചെറുപുഴയിലെ ഐപാക്സ് മൊബൈൽ ഷോപ്പിലേക്ക് പോയത്. അവിടെ കയറി ചെന്ന് അവനോട് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇഷ്ടം പോലെ പവർ ബാങ്ക് മോഡൽ ഉണ്ട് ചേച്ചി, നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചു തന്നു. അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവൻ പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ എനിക്ക് സ്യൂട്ടാവെന്ന് തോന്നുന്നു പറയണം, ഞാനങ്ങ് വാങ്ങി. അതിനുശേഷം ഞാൻ മൊത്തത്തിൽ ആ കടയൊക്കെ ഒന്ന് വീക്ഷിച്ച് കണ്ടു. ഒരുപാട് ഫോണിന്റെ ആക്സസറീസ് അവൈലബിൾ അവിടെ, നെക്ക് ബാൻഡും ഹെഡ്സെറ്റും ഫോൺ കവേഴ്സുകളൊക്കെ അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര സാധനങ്ങൾ ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ പുറമെ എന്റെ കണ്ണ് മൊത്തം പോയത് നമ്മുടെ ഐഫോൺ സെക്ഷനിലേക്കാണ് കേട്ടാ. ഐഫോണിന്റെ വമ്പിച്ച കളക്ഷൻ തന്നെ പറയാനെ കുറിച്ച് എടുത്ത് പറയാനൊന്നും ഓരോന്നോരോന്നായിട്ട് എനിക്ക് അറിയില്ല. കാരണം ഐഫോണൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മറ്റുള്ള റിലേറ്റീവിന്റെ കയ്യിലൊക്കെ ഉള്ളതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറന്ന് വാങ്ങിയിട്ടുണ്ട് എന്നല്ലാണ്ട് ഐഫോണൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കൊതിയാണ്. കാരണം നമുക്ക് അതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റി അല്ലേ. കാരണം അതൊക്കെ ഒരുപാട് തവണ ഞാനിപ്പോ പറയാം, എന്റെ റിലേറ്റീവ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫാമിലി ഫംഗ്ഷനും കാര്യമൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. കാരണം കൊതിയാണ് എനിക്ക് അതിനകത്ത് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ EMI അവിടെ അവൈലബിൾ ആണ്. 0 EMIയിൽ നമുക്ക് ഫോണൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അതുകൂടാതെ തന്നെ ആൻഡ്രോയിഡ് ഫോണുകളുടെ സെക്ഷനും വേറെ ഉണ്ട്. ഏത് തരം ഫോൺ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോ പൈസ ഉറക്കം കയ്യിലുള്ളതെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, EMI ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഐഫോണിന്റെ യൂസ്ഡ് ഐഫോണും അവിടെ അവൈലബിൾ ആണ്. അതും EMIയിൽ കൊടുക്കുന്ന പറയുന്നത് കേട്ടത്. അപ്പം ഫ്രഷ് ആയിട്ട് നമുക്ക് പൈസ ഇല്ല വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ EMI ആയിട്ടും നമുക്ക് ഐഫോണൊക്കെ എടുക്കാൻ പറ്റും. ഇന്ന് പിന്നെ എല്ലാവരുടെ കയ്യിലും ഐഫോൺ ഉണ്ടാവും, അത് മസ്റ്റ് അല്ലേ. കാരണം നമ്മളെ പോലത്തെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവുക. അല്ലാത്ത പക്ഷെ എല്ലാവരും ഇത് യൂസ് ചെയ്തതായിരിക്കും. കൊണ്ട് എടുത്തെടുത്ത് പറയുന്നൊന്നുമില്ല. അപ്പൊ വേണമെന്നുള്ളവരൊക്കെ ഐപാക്സിൽ പോവുക, EMI ആയിട്ട് എടുക്കുക, അടിച്ചു പൊളിക്കുക. പിന്നീട് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ സർവീസ് ആണ് കേട്ടോ. ഐഫോണും ആൻഡ്രോയിഡ് ഫോണിന്റെ സർവീസിന് പുറമെ അവിടെ മാക്ബുക്കും ലാപ്ടോപ്പിന്റെ സർവീസും കൂടെ അവർ ചെയ്തു കൊടുക്കുന്നതാണ്. ഓപ്പൺ സർവീസ് ആണ്. തന്നെ ഫേസ് ID ഫിക്സിങ്ങും ഡിസ്പ്ലേ ഗ്ലാസ് റിപ്ലേസ്മെന്റും ഡെഡ് ഫോൺ റിക്കവറിയും ഫോണിലൊക്കെ അങ്ങനെ എണ്ണിയാ തീരാത്ത സർവീസുകൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കൊക്കെ ഫോൺ മേടിക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ സർവീസ് ചെയ്യണം എന്നുള്ളവരും ഐപാക്സിലേക്ക് വിട്ടോളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.